السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹനിധികളായ സുഹൃത്തുക്കളെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ സുന്ദര ദിനത്തിൽ ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം എന്ന വിഷയത്തിൽ അല്പം സംസാരിക്കുവാൻ വിധി എഴുതിയ സർവശക്തനെ ഞാൻ ആദ്യമായി സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാഹ്. സ്നേഹം ചോർന്നു പോകുന്ന ഇക്കാലത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നാം തിരിഞ്ഞു നടക്കേണ്ടതുണ്ട്. ഭൂമിയിലുള്ളവരോട് മുഴുവനും നിങ്ങൾ കരുണ കാണിക്കണം എന്നാണ് മുത്ത് റസൂൽ നമ്മോട് പഠിപ്പിച്ചത്. എങ്കിൽ മാത്രമേ ആകാശത്തിന്റെ അധിപൻ നമ്മോട് കരുണയും സ്നേഹവും പുലർത്തുകയുള്ളൂ. കുഞ്ഞുങ്ങളെ കാണുമ്പോഴേക്കും മുത്തം വെച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ബാലപാഠം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നു. പെൺകുട്ടികളോട് നീതി പുലർത്തുവാനും മുതിർന്നവരെ ആദരിച്ച് സ്വർഗം നേടുവാനും നമ്മോട് കൽപ്പിച്ചു. വഴിയാത്രക്കാരനെയും അനാഥനെയും ദുർബലനെയും തന്നോട് ചേർത്ത് നിർത്തി. ആ പ്രവാചകന്റെ അതിരില്ലാത്ത സ്നേഹം മനുഷ്യരോട് മാത്രമല്ല, പക്ഷികളോടും മൃഗങ്ങളോടും ലോകത്തിലെ സർവ്വജീവജാലങ്ങളോടും പ്രകൃതിയോടും ഒരുപോലെ ആയിരുന്നു. ഇങ്ങനെ സ്നേഹത്തിന്റെ 1000 ഉപദേശങ്ങൾ മാനവ സമൂഹത്തിന് വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സമ്മാനിച്ചു. ശത്രുക്കളെ പോലും സ്നേഹിച്ചിരുന്ന ആ പ്രവാചകൻ ലോകം കണ്ട ഏറ്റവും വലിയ സ്നേഹനിധിയാണ്. ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ നാട് കടത്തപ്പെടുകയും കല്ലേറിയേൽക്കുകയും അന്നവും പാനീയവും നൽകാതിരിക്കുകയും ഒട്ടകത്തിന്റെ കുടൽമാല വരെ കഴുത്തിൽ ചാർത്തുകയും ചെയ്തു. എന്നിട്ടും തന്റെ ശത്രുക്കൾ ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ 5000 സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് അയച്ചു കൊടുത്തു. ഒരു പ്രാവിന്റെ കുഞ്ഞിനെ പോലും നോവിക്കരുതെന്ന് പഠിപ്പിച്ച, കുരുവിയേക്കാൾ നിസ്സാരമായ ഒരു ജീവിയെയാണ് ഒരാൾ കൊല്ലുന്നത് എങ്കിൽ പോലും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ അവൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് മുത്ത് റസൂൽ നമ്മോട് കൽപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ സാധിച്ച ഒരു ലോക നേതാവുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഹൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ പ്രതികൂലമായ സാഹചര്യത്തിലാണ്. അല്ലാഹുവിൽ നിന്നുള്ള അനുമതി ലഭിക്കുന്നു. നബിയേ, ഇവിടെ നിന്നും അവിടത്തേക്ക് പലായനം ചെയ്യാനുള്ള അനുവാദം തന്നിരിക്കുകയാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിന്റെ തുല്യതയില്ലാത്ത ഉദാഹരണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊല്ലാൻ വേണ്ടിയുള്ള ആലോചനയാണ് ദാറുന്നദ്വയിൽ നടക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്നും ചെയ്തില്ല. മദ്യപിക്കരുതെന്ന് പറഞ്ഞു, തോന്നിവാസങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു, മനുഷ്യന്മാരായ അടിമകളെ നിങ്ങൾ ആക്രമിക്കരുതെന്ന് പറഞ്ഞു, അവർക്ക് മനുഷ്യാവകാശം നൽകണമെന്ന് പറഞ്ഞു, പെൺകുട്ടികളെ കുഴിച്ചു മൂടരുത്, അവർ നമ്മുടെ കൂടപ്പിറപ്പാണെന്ന് പറഞ്ഞു, നീതിയും ന്യായവും ഇവിടെ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടു. നിങ്ങൾ ഈ കാണുന്നതിനെയെല്ലാം ആരാധിക്കാനുള്ളതല്ല, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇത്രയുമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരെയും ആക്ഷേപിച്ചില്ല. 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ മ്ലേച്ഛമായ ഒരു വാക്കുപോലും അവിടുത്തെ നാവിൽ നിന്നും വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും സമയത്ത് മനുഷ്യന്റെ രഹസ്യഭാഗത്തെ കുറിച്ച് പറയേണ്ടി വന്നാൽ അപ്പോൾ പോലും വ്യക്തമായി പറയാതെ വ്യംഗ്യമായി പറഞ്ഞ് അത്ര പോലും വർത്തമാനത്തിൽ സൂക്ഷ്മത കാണിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞില്ല, ഒരാളെ പോലും ചതിച്ചില്ല, ഒരാളെ പോലും വഞ്ചിച്ചില്ല, ഒരാളെ പോലും പടക്കളത്തിൽ നിന്ന് പ്രതിരോധത്തിന് വേണ്ടിയല്ല
അടിച്ചില്ല, ഒരിക്കൽ പോലും ഭാര്യയെ അടിച്ചിട്ടില്ല, ഒരിക്കൽ പോലും മക്കളെ തല്ലിയിട്ടില്ല. അങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും സമ്മേളനമായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിന്റെ മൂന്നിൽ രണ്ടു ഭാഗം അഥവാ 40 വർഷം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ജീവിച്ചു. എല്ലാവരും വിളിച്ചത് അൽ-അമീൻ എന്ന്, എല്ലാവരും വിളിച്ചത് നീതിയുടെ പര്യായമെന്ന്. അങ്ങനെയുള്ള പുണ്യനബി തങ്ങൾ ഈ ലോകത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ വിളിച്ചു പറഞ്ഞപ്പോൾ ഇരുട്ടിന്റെ കൂട്ടാളികൾ കൂടിയാലോചിച്ചു എന്താണ് ചെയ്യേണ്ടത്. ചിലരു പറഞ്ഞു നാടു കടത്താം, ചിലരു പറഞ്ഞു വീടു കളയാം, ചിലരു പറഞ്ഞു കൊന്നുകളയാം. അഭിപ്രായങ്ങളെല്ലാം മാറി മാറി വന്നപ്പോൾ അവസാനം അവരൊരു തീരുമാനത്തിലേക്ക് എത്തി, നമുക്ക് കൊന്നുകളയാം. കൊന്നുകളയാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു അഭിപ്രായം ഉയർന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊന്നുകളഞ്ഞാൽ ഖുറൈശികൾ മുഴുവനും മറ്റുള്ള ഗോത്രങ്ങൾക്കെതിരെ വരും. അതുകൊണ്ട് ഒരു കുടുംബക്കാരോ ഒരു വ്യക്തിയോ കൊല്ലാൻ പാടില്ല. ഇവിടെയുള്ള എല്ലാ ഗോത്രത്തിന്റെയും പ്രതിനിധികൾ ഒരുമിച്ചുകൂടി ഒറ്റയടിക്ക് ചാടി വീണ് കൊന്നുകളയണം. അതിനു വേണ്ടി ഒരു തന്ത്രം മെനയുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട് വളഞ്ഞു. വീട് വളഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിന്റെ ഉള്ളിലുണ്ട്. തങ്ങളുടെ മുമ്പിൽ മാർഗങ്ങൾ പലതുണ്ട്. ഒരു മാർഗം ഒരു പക്ഷേ എണ്ണത്തിൽ കുറവാണെങ്കിലും ധീരന്മാരായ അനുയായികൾ കൂടെയുണ്ട്. വേണമെങ്കിൽ കായികമായി പ്രതിരോധിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അവിടെ രക്തം ചിന്തുമെന്ന് കണ്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മുതിർന്നില്ല. പിന്നെ തങ്ങളുടെ മുമ്പിൽ വേറെ ഒരു മാർഗമുണ്ട്. ഈ വീട് വളഞ്ഞവർക്കെതിരെ പ്രാർത്ഥിക്കുകയാണ്. മുൻഗാമികളായ പ്രവാചകന്മാരുടെ പ്രാർത്ഥന കൊണ്ട് പല സമുദായങ്ങളും നശിച്ചിട്ടുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ജനത നശിച്ചിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ ജനതക്കെതിരെ ഒന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പ്രാർത്ഥിച്ചില്ല. പിന്നെ തങ്ങളുടെ മുമ്പിൽ വേറെ ഒരു മാർഗമുണ്ട്. അല്ലാഹു തആല ഒരു സാമ്പിൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. തങ്ങളെ വേണ്ടി വന്നാൽ ഇവിടെ അല്ലാഹുവിന്റെ പ്രത്യേക സൈന്യം റെഡിയാണ്. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ആനപ്പടയെ അല്ലാഹു എന്താണ് ചെയ്തത് എന്ന് തങ്ങൾ കണ്ടില്ലേ? എന്താണ് അവിടെ ചെയ്തത്? വലിയ ഗജവീരന്മാർ കഅബയെ ആക്രമിക്കാൻ വന്നപ്പോൾ അല്ലാഹുവിന്റെ പ്രത്യേക സൈന്യം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജ്ജീൽ വജഅലഹും കഅസ്ഫിൻ മൽകൂൽ. അങ്ങനെ അല്ലാഹുവിന്റെ പ്രത്യേകമായ സൈന്യത്തെ ഇറക്കി ഈ വീട് വളഞ്ഞവരെ ഇല്ലായ്മ ചെയ്യണേ എന്ന് അല്ലാഹുവിനോട് സൈന്യത്തെ ആവശ്യപ്പെടാം. അല്ലാഹുവിന്റെ സൈന്യം ബദറിൽ വന്ന് സഹായിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് മുതിർന്നില്ല. തങ്ങൾ ആലോചിച്ചു, ഇപ്പോൾ ഇവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ആവശ്യമില്ല. എന്റെ വീട് വളഞ്ഞവരിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ഒരു പോറല് പോലും പറ്റാതെ എനിക്ക് ഇവിടുന്ന് പോകണം. അവർക്ക് ഒരു പോറല് പോലും പറ്റാതെ ഇവിടെ ഒരു മൽപ്പിടുത്തം നടത്താതെ എനിക്ക് എങ്ങനെയാണ് പോകുവാൻ പറ്റുക എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആലോചിച്ചു. തങ്ങൾ ഒരു പിടി മണൽ വാരി ഫജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ
فأغشيناهم فهم لا يبصرون. ഇവരാരും കാണാതെ എനിക്ക് ഇവിടുന്ന് പോകണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മണലൊന്നു വിതറി. ഓരോ മണൽത്തരിയും ഓരോ ചെറുപ്പക്കാരന്റെ തലയിൽ പോയി വീണപ്പോൾ അവൻ നല്ലതുപോലെ ഉറങ്ങിപ്പോയി. കൊല്ലാൻ നിന്നവർക്ക് വിശ്രമം കൊടുത്ത ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്നും യാത്ര തുടങ്ങി. നേരം വെളുത്തപ്പോഴാണ് അവർ അറിയുന്നത് വീട്ടിലില്ലല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശത്രുക്കൾ നാലുപാടും അന്വേഷിച്ച് അവരിൽ ഒരാൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഇരിക്കുന്ന ഗുഹയുടെ കവാടത്തിലെത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അവരൊന്ന് താഴോട്ട് നോക്കിയാൽ നമ്മളെ കാണുമല്ലോ നബിയെ. ഉടൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാതൊരു ഭയവും വേണ്ട. രണ്ടുപേരെ കുറിച്ച് നിങ്ങളുടെ വിചാരം എന്താണ്? അല്ലാഹു സാലിസുമാ, മൂന്നാമതായി അവർക്ക് അല്ലാഹു ഉണ്ട്. അല്ലാഹുവിന്റെ സംരക്ഷണയിലുള്ള രണ്ടുപേരെ കുറിച്ച് തങ്ങൾക്ക് എന്താ പേടി? ഒരു പേടിയും വേണ്ട. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചതിയിൽ കൊലപ്പെടുത്താമെന്ന് വിചാരിച്ചപ്പോൾ അല്ലാഹു തആല നിസ്സാരമായ വസ്തുക്കളെ കൊണ്ട് അവരെ ചതിയിൽപ്പെടുത്തി. നിസ്സാരമായ വസ്തുക്കളെ കൊണ്ട് ഒരു പ്രാവിന്റെ മുട്ട, ഒരു ചിലന്തി വല, ഊതിയാൽ ഒടിഞ്ഞു വീഴുന്ന ഒരു തളിര്, ഈ മൂന്ന് സാധനങ്ങളും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അവിടെ ഉണ്ട്. ഈ കൊലക്കൊമ്പന്മാർ മുഴുവനും അവിടെ പരാജയപ്പെടുകയാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിൽ ഇരിക്കുന്നു. ആ ചരിത്രത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികളെ ഹിജ്റയുടെ വർഷത്തിലേക്ക് അടയാളപ്പെടുത്തിയത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ തങ്ങളെ ഒന്നോർക്കണം. മുഹറം കൊണ്ട് തുടങ്ങി ദുൽഹിജ്ജ കൊണ്ട് അവസാനിക്കുന്ന അറബി കലണ്ടറിന്റെ ചരിത്രം എന്റെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവനോട്, ചലനങ്ങളോട്, ശ്വാസോച്ഛ്വാസങ്ങളോട്, പരിശ്രമങ്ങളോട്, പകലുകളോട് ചേർന്നു കിടക്കുന്നതാണ്. അപ്പോഴാണ് പ്രണയത്തിന് മധു ചുരത്തിയിട്ട് ആലിംഗനം ചെയ്ത് സ്നേഹത്തിന്റെ ചൊടിചുംബനങ്ങൾ നൽകിയിട്ട് കൂടെ നിന്നയാളുടെ പേരാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അസ്ദിഖുഹു ഫിൽ ലിആൻ വസ്ദിഖു ലം യരിമാ. ആരാണ് സിദ്ദീഖ് റസൂലുള്ളാഹ്? ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് സിദ്ദീഖ്. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാം വിധേന അംഗീകരിച്ച സ്വഹാബിയുടെ പേരാണ് സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൂടെയുണ്ട്. അപ്പോൾ അവിടുന്ന് പറയുന്നു, ഓ ഹബീബായ തങ്ങളെ, ഈ ഗുഹയുടെ അകത്തളത്തിൽ വെച്ച് ഞാൻ ആകുലപ്പെടുന്നത്, ഈ ഗുഹയുടെ ഉള്ളിൽ വെച്ച് ഞാൻ പേടിക്കുന്നത്, ശത്രുക്കൾ വന്ന് നമ്മെ കയ്യേറുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നത്, എനിക്കെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ചല്ല, പിന്നെ എന്തെന്നല്ലേ യാ റസൂലല്ലാഹ്, ഇവിടെ വെച്ച് ഒരു അപകടം വന്നു പോയാൽ ഈ സിദ്ദീഖ് മരിച്ചാൽ സിദ്ദീഖേ മരിക്കൂ. പക്ഷേ തങ്ങൾക്ക് വല്ലതും വന്നാൽ സയ്യിദുസ് സഖലൈൻ, നബിയുൽ ഹറമൈൻ, ഇമാമുൽ ഖിബ്ലതൈൻ, റഹ്മത്തുൽ ലിൽ ആലമീൻ, ഉലകിന്റെ മുഴുവനും അതിജീവനത്തിന്റെ നേതാവായ തങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കുന്നത് ഈ സിദ്ദീഖിന് സഹിക്കൂല. അതുകൊണ്ടാണ് ഞാൻ കരയുന്നതെന്ന് പ്രണയം പറഞ്ഞ സിദ്ദീഖ്
റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ സഹോദരങ്ങളെ? ആ സ്നേഹലോകത്താണ് നമ്മളൊന്ന് ചേരേണ്ടത്. ഈ ലോകത്ത് എല്ലാ വിജയത്തിനുമുള്ള ഒരു വഴിയുണ്ട്. ധർമ്മത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ച് വിജയത്തിന്റെ തേരിലേറി പരലോകത്ത് സ്വർഗത്തിന്റെ പറുദീസ എത്തണമെങ്കിൽ നമ്മുടെ ഉൾവെണ്ണ ഏറ്റവും വലിയ സ്നേഹമുണ്ട്. അതാണ് മദീനയുടെ രാജാവ്. എന്റെയും നിങ്ങളുടെയും ജീവന്റെ തുടിപ്പുകൾക്ക് വല്ല അർത്ഥവുമുണ്ടെങ്കിൽ അതെന്റെ ഹബീബാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വാഹിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.